നിങ്ങളുടെ ഈ സ്വന്തം മിഥിലാമിസ് ആണ്. മക്കളെ, നമ്മുടെ 10 days സ്റ്റഡി ചലഞ്ചുമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സും. അപ്പൊ ആ ഒരു ലൈവ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇതിലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിച്ചിരുന്നു. എങ്കിലും ഇനിയും ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായി തരാനുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ സീറോ ടു ഹീറോ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 2 ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. ഇനി ഇന്നലത്തെ ഒരു ലൈവ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈവ് നിങ്ങൾ കാണണം. അത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ആയിരിക്കും. കാരണം എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, തിയറി പഠിച്ചിട്ടുണ്ട്, എല്ലാ കോൺസെപ്റ്റുകളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ തിയറി പഠിക്കാതെയാണ് ഈ ഒരു വീഡിയോ കാണാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ആ ഒരു ലൈവ് കണ്ടു എന്ന് ഉറപ്പുവരുത്താം. സോ സമയം കളയുന്നില്ല മക്കളെ, നിങ്ങളെ സീറോയിൽ നിന്നും ഹീറോയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദാ തുടങ്ങിയാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കോ. In the lab, students were asked to carry out the reaction between phenol and concentrate nitric acid. But one student A carry out the reaction between phenol and dilute nitric acid. Do you think the student A got the result as others? Then substantiate with the suitable explanations. അതായത് ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. സോ അവരോട് പറഞ്ഞത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ഫീനോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനാണ്. പക്ഷെ ഒരു കുട്ടി എന്താ ചെയ്തത്, കോൺസെൻട്രേറ്റഡ് എടുക്കുന്നതിന് പകരം ഡൈല്യൂട്ട് ആണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് മറ്റെല്ലാരെയും പോലെ ആയിരിക്കുമോ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവുക? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മുടെ ഫീനോളിന്റെ നൈട്രേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ശരിയല്ലേ? അപ്പൊ മക്കളെ, നമുക്കറിയാം നമ്മുടെ ഫീനോള് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും, അതേപോലെ തന്നെ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഫീനോളിനെ എടുത്തിട്ട് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാ? നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പിക്രിക് ആസിഡ് ആണ്, അല്ലെ? പിക്രിക് ആസിഡ് അല്ലെങ്കിൽ 2,4,6 ട്രൈനൈട്രോഫീനോൾ എന്ന് നമുക്ക് പറയാം. 2,4,6 ട്രൈനൈട്രോഫീനോൾ എന്ന് പറയുന്ന പിക്രിക് ആസിഡിനെയാണ് നമുക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓൺ ദി അതർ ഹാൻഡ്, അതേസമയം നമ്മുടെ ഫീനോളിനെ എടുത്തിട്ട് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കുക? നമുക്ക് ഇതേ പ്രോഡക്റ്റ് ആണോ കിട്ടുന്നത്? അല്ല. അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരാ? ഓർത്തോ നൈട്രോഫീനോളും അതേപോലെ തന്നെ പാരാ നൈട്രോഫീനോളും ആയിരിക്കും, അല്ലെ? ഓർത്തോ പാരാ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ശരിയാണോ? ഞാൻ ഇവിടെ ഒന്ന് എഴുതിക്കോട്ടെ. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും ഉണ്ട്, നമ്മുടെ ഫീനോളും ഉണ്ട്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ വി ഗെറ്റ് പിക്രിക് ആസിഡ് ആസ് പ്രോഡക്റ്റ്. വേറാസ് ഡൈല്യൂട്ട് ആയിട്ടുള്ള നൈട്രിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും ആയിരിക്കും. ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ എക്ക് കിട്ടുന്ന പ്രോഡക്റ്റും ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന പ്രോഡക്റ്റും സെയിം ആണോ? സെയിം ആയിരിക്കില്ല. എക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് പ്രോഡക്റ്റ് തന്നെയായിരിക്കും. സെറ്റ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുന്നതേ ഉള്ളൂ. ആക്ച്വലി ആള് സിമ്പിൾ ആണ്, അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, പ്രെഡിക്ട് ദ പ്രോഡക്ട്സ് എ ആൻഡ് ബി. പ്രോഡക്റ്റ് പ്രെഡിക്ട് ചെയ്യാനാണ്. എന്താ തന്നിട്ടുള്ളത്? ആദ്യം ആരെയാ തന്നിട്ടുള്ളത്? 3 പ്രൊപ്പീനെ തന്നിട്ടുണ്ട്, അല്ലെ? 1, 2, 3 3 കാർബൺ ആറ്റമുള്ള ആൽക്കീൻ ആരാണ്? നമ്മുടെ പ്രൊപ്പീൻ ആണ്, നമ്മുടെ പ്രൊപ്പീൻ ആണ്. ഇനി തന്നിട്ടുള്ളത് ആരാ? HBH2 ട്വൈസ്. മക്കളെ, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു, B2H6 എന്ന് പറഞ്ഞാലും HBH2 ട്വൈസ് എന്ന് പറഞ്ഞാലും ഇനി BH3 ട്വൈസ് എന്ന് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഒരേ ആളാണ്. ആരാണ്? ഇത് 3ഉം ഒരാളാണ്, അല്ലെ? ഡൈബൊറേൻ ആണ്. സോ ബേസിക്കലി പ്രൊപ്പീനിനെ എടുത്തിട്ട് നമ്മൾ ഡൈബൊറേനുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ഡൈബൊറേൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം നമുക്കൊരു ഇന്റർമീഡിയറ്റ് കിട്ടും, അല്ലെ? ഒരു ഇന്റർമീഡിയറ്റ് കിട്ടും. ആ ഇന്റർമീഡിയറ്റ് ഏതാണ്? നമ്മുടെ പ്രൊപ്പീനിനെ എടുത്ത് ഞാൻ എഴുതാം CH3 CH
ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന പ്രൊപ്പീനിനെ എടുത്ത് നമ്മൾ BH3 ട്വൈസ് എന്ന് പറയുന്ന ഡൈബൊറൈനായിട്ട് ട്രീറ്റ് ചെയ്താൽ ഈ ബോറോണിന്റെ അടുത്തിരിക്കുന്ന 3 ഹൈഡ്രജനും മാറി അവിടേക്ക് 3 പ്രൊപ്പൈൽ ഗ്രൂപ്പ് കയറിയിരിക്കും. ശരിയല്ലേ? നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് CH3 CH2 CH2 ത്രൈസ് B അല്ലെ. ഇവനെ നമുക്ക് എന്ത് വിളിക്കാം? ഇവനെ നമുക്ക് ട്രൈ പ്രൊപ്പൈൽ ബൊറൈൻ വിളിക്കാം. കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ട്രൈ ആൽക്കൈൽ ബൊറൈനാ അല്ലെ. അപ്പൊ ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആണ്. സോ നമുക്ക് ഇതിനെ ട്രൈ പ്രൊപ്പൈൽ ബൊറൈൻ എന്ന് വിളിക്കാം. ഇനി ഇവനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവനെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആൽക്കലി അല്ലെ. എന്താ സംഭവിക്കുക? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും അല്ലെ. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആരാ? CH3 CH2 CH2OH എന്ന് പറയുന്ന പ്രൊപ്പാൻ 1 ഓളിനെയാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 3 പ്രൊപ്പാൻ 1 ഓളിനെ നമുക്ക് കിട്ടും. ശരിയാണോ? അപ്പൊ A എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രൈ പ്രൊപ്പൈൽ ബൊറൈനും B എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രൊപ്പാൻ 1 ഓളുമാണ്. സിംപ്ലി ഇത് ഏത് റിയാക്ഷനാ? നമ്മുടെ ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ ആണ് അല്ലെ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഇത്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ റിയാക്ഷനെ ഐഡന്റിഫൈ ചെയ്താലേ പ്രോഡക്റ്റ് പറയാൻ സാധിക്കുകയുള്ളൂ. മറക്കണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് റെപ്രസെന്റിംഗ് റീമർ ടീമൻ റിയാക്ഷൻ. മക്കളെ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 3 നെയിംഡ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. കോപ്സ് റിയാക്ഷൻ, റീമർ ടീമൻ റിയാക്ഷൻ, വില്യംസൺ സിന്തസിസ്. കോപ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണെങ്കിൽ റീമർ ടീമൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സാലിസിലിക് ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ആണ് അല്ലെ. പ്രിപ്പറേഷൻ ഓഫ് സാലിസിലാൽഡിഹൈഡ് ആണ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഇവിടെ എന്താ ചെയ്യാ? നമ്മൾ ഫീനോളിനെ എടുക്കുന്നു. ഫീനോളിനെ എടുത്തിട്ട് ഈ ഫീനോളിനെ ക്ലോറോഫോമുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കാൻ പോവുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? നമുക്കൊരു ഇന്റർമീഡിയറ്റ് കിട്ടും. ഇന്റർമീഡിയറ്റില് OHലെ ഹൈഡ്രജൻ മാറി ONA ആയിട്ട് മാറും. അതേപോലെ ഓർത്തോ പൊസിഷനിലേക്ക് ഒരു CHCl2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇവനെ വീണ്ടും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുക? ഈ CHCl2 ഗ്രൂപ്പ് മാറി അവിടെ നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇന്റർമീഡിയറ്റിനെ നമ്മൾ ഇനി അസിഡിഫൈ ചെയ്യുന്നു. എന്തിനാ അസിഡിഫൈ ചെയ്യുന്നത്? ONA മാറി OH ആവണം. ONA OH ആക്കി മാറ്റാൻ നമുക്കറിയാം, അസിഡിഫൈ ചെയ്താൽ മതിയല്ലേ. അപ്പോ അസിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കിട്ടുന്നു. അപ്പോ സാലിസിൽ ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ആണ് റീമർ ടീമൻ റിയാക്ഷൻ. അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഗീവ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് പ്രൊപ്പനോൺ വിത്ത് CH3 MgBr in dry ether followed by hydrolysis. അപ്പൊ ഇത് ഏത് റിയാക്ഷൻ ആണ്? ഈ ഒരു റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ അതൊരു കീറ്റോൺ ആണ്, വിച്ച് ഇസ് എ കാർബണൈൽ കോമ്പൗണ്ട്. അപ്പൊ നമ്മുടെ കീറ്റോൺ, നമ്മുടെ കയ്യിൽ ഒരു കീറ്റോൺ ഉണ്ട്. ഈ കീറ്റോൺ CH3 MgBr എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ്. നമ്മുടെ ഒരു കീറ്റോൺ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ഒരു RMgXുമായിട്ട് റിയാക്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ കീറ്റോൺസ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരുന്നു? നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും അല്ലെ. ഫോർമാൽഡിഹൈഡ് ട്രീറ്റ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ, ആൽഡിഹൈഡ്സ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾസ്, കീറ്റോൺസ് ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ. പ്രൊപ്പനോൺ ആണ്. പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ CH3 C ഡബിൾ ബോണ്ട് O CH3. ഇതാണ് നമ്മുടെ പ്രൊപ്പനോൺ എന്ന് പറയുന്നത്. ഇവനെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? CH3 MgBrമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ ഡ്രൈ ഈതർ. ഓക്കെ, അപ്പൊ നമുക്കൊരു അഡക്റ്റ് കിട്ടണം, ഒരു ഇന്റർമീഡിയറ്റ് കിട്ടണം.
ഏതായിരിക്കും ആ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ MgBr എന്ന് പറയുന്ന പോർഷൻ പോകുന്നത് എങ്ങോട്ടാ? ഓക്സിജന്റെ അടുത്തേക്കും. ഇനി അതേപോലെ തന്നെ ഈ CH3 ഗ്രൂപ്പ് പോകുന്നത് എങ്ങോട്ടാ? നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പിന്റെ കാർബൺ ആറ്റത്തിന്റെ അടുത്തേക്കുമാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് CH3, C ഈ ഡബിൾ ബോണ്ട് O മാറി സിംഗിൾ ബോണ്ട് O ആയിട്ട് മാറി, ഓക്സിജന്റെ അടുത്തേക്ക് MgBr വന്നു, താഴേക്ക് ഒരു CH3 ഗ്രൂപ്പ് വന്നു, തൊട്ടിപ്പുറത്തും ഒരു CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതലൊന്നും എഴുതേണ്ട, അഡക്റ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി, പേരൊന്നും എഴുതേണ്ട. അഡക്റ്റ് ആണ്, ഇന്റർമീഡിയറ്റ് ആണ്. ഇനി ഈ ഇന്റർമീഡിയറ്റിനെ നമ്മൾ ഹൈഡ്രോലൈസിസ് ചെയ്യുന്നു, ഇതിലേക്ക് നമ്മൾ വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ വാട്ടർ മോളിക്യൂളിനെ ഞാൻ H+ എന്നും OH- എന്നാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്റെ കുട്ടികൾ നോക്കിക്കേ, എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ OMgBr ബോണ്ട് ബ്രേക്ക് ചെയ്യും അല്ലെ. ഹൈഡ്രജൻ H+ പോകുന്നത് എങ്ങോട്ടാ? ഓക്സിജന്റെ അടുത്തേക്ക്. OH- പോകുന്നത് എങ്ങോട്ടാ? മഗ്നീഷ്യത്തിന്റെ അടുത്തേക്ക്. സോ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3 COH CH3 എന്ന് പറയുന്ന ആൽക്കഹോളും പ്ലസ് MgOHBr കിട്ടും. ഇനി ബൈ പ്രോഡക്റ്റ് എഴുതിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നോക്കിക്കേ, നമുക്ക് ആരെ കിട്ടി? ഒരു ടെർഷ്യറി ആൽക്കഹോളിനെ കിട്ടി. ശരിയാണോ? ടെർഷ്യറി ആൽക്കഹോൾ അല്ലേ? നോക്കിക്കേ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ഒരേ സമയം 1, 2, 3 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ഹീസ് എ ടെർഷ്യറി കാർബൺ ആറ്റം. അപ്പൊ ഒരു ടെർഷ്യറി ആൽക്കഹോളിനെ കിട്ടി. ഇനി ഇതിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ നമ്മൾ കണ്ടു. IUPAC നെയിം ഒന്ന് എഴുതി നോക്കാം. സ്ട്രക്ചർ എങ്ങനെയാ? CH3 CH3 OH ആണ്. IUPAC നെയിം കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്പറിംഗ് ചെയ്യണം. 1, 2, 3. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്, OH ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ ഇവന്റെ പേര് വരുന്നത് എങ്ങനെയാ മക്കളെ? 2-methyl propan 2-ol ആയിരിക്കും അല്ലെ. 2-methyl propan 2-ol ആണ് ഇവന്റെ IUPAC നെയിം എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ സംശയം തോന്നാം, പക്ഷെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ക്യുമീൻ? എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ടാണ് എടുത്തത്. ആരാണ് മക്കളെ ക്യുമീൻ എന്ന് പറഞ്ഞാൽ? എടാ മക്കളെ, ക്യുമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമീനിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ആണ്. ഐസോപ്രൊപ്പൈൽ ബെൻസീനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യുമീൻ. ഓക്കെ, ഐസോപ്രൊപ്പൈൽ ബെൻസീനിനെ വിളിക്കുന്ന പേരാണ് ക്യുമീൻ. അപ്പൊ ഇവന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? ഇതാ, ഒരു CH3 ഗ്രൂപ്പ് വരുന്നു. ഈ CHലേക്ക് ഒരു ബെൻസീൻ റിംഗ് വരുന്നു. ബെൻസീൻ റിംഗിലേക്ക് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വരുന്ന ആളാണ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ, അല്ലെങ്കിൽ നമ്മുടെ ക്യുമീൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ ക്യുമീൻ ആരാണെന്ന് നമ്മൾ എഴുതി. ഇനി എന്താ? പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ ആണ്. അതെങ്ങനെ എഴുതാം? എങ്ങനെയാ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫീനോളിനെ ക്യുമീനിൽ നിന്നും? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ക്യുമീനിനെ എടുക്കുന്നു. ആയിക്കോട്ടെ, ക്യുമീനിനെ എടുക്കാം. CH3 എന്നിട്ട് ക്യുമീനിനെ നമ്മൾ എന്താ ചെയ്യാ? ക്യുമീനിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യാണ് അല്ലെ, എയറുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. ഓക്സിഡൈസ്ഡ് വിത്ത് എയർ ആണ്. അങ്ങനെ എയറുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 2 ഓക്സിജൻ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഇടയ്ക്ക് കയറിയിരിക്കും അല്ലെ. അങ്ങനെ 2 ഓക്സിജൻ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഇടയ്ക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. എന്താ മക്കളെ വിളിക്കുക? ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് അല്ലെ. ഈ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിനെ നമ്മൾ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യും, H+ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അസിഡിഫൈ ചെയ്യുക. അങ്ങനെ അസിഡിഫൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഒരു CH3 ഗ്രൂപ്പ് പുറത്തേക്ക് പോകും. ആരാ പുറത്തേക്ക് പോയത്? CH3 C ഡബിൾ ബോണ്ടോ CH3. ഇവനെ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടു. ഇവനെ നമുക്ക് പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഈ അസറ്റോൺ പുറത്തു പോയാൽ ബാക്കി ആരാ ഉള്ളത്? ഒരു ബെൻസീൻ റിംഗും ഉണ്ട്, ഒരു OH ഗ്രൂപ്പും ഉണ്ട്. അതായത് നമ്മുടെ
ഫീനോളിനെ കിട്ടി. അപ്പൊ ക്യുമീനിനെ എയറുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് കിട്ടുന്നു. ഈ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡിനെ അസിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫീനോളും കിട്ടുന്നു, അസറ്റോണും കിട്ടുന്നു. അപ്പൊ മക്കളെ, ഈ ഒരു റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റും നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. കാരണം ഈ അസറ്റോണിനെ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ കിട്ടാറുണ്ട്. അപ്പൊ ഇവന്റെ ബൈ പ്രോഡക്റ്റും എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം എന്താ നോക്കിക്കേ, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് എ ആരാണെന്ന് കണ്ടുപിടിക്കണേ മക്കളെ. ഫീനോളിനെ സോഡിയം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും കലർന്ന മിക്സ്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇതാരാണ്? ഈ സോഡിയം ഡൈക്രോമേറ്റിന്റെയും സൾഫ്യൂരിക് ആസിഡിന്റെയും മിക്സ്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? ക്രോമിക് ആസിഡ് അല്ലെ, ക്രോമിക് ആസിഡ്. അപ്പൊ ഫീനോളിനെ ക്രോമിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഏത് റിയാക്ഷനാ പഠിച്ചത്? ഫീനോളിന്റെ ഓക്സിഡേഷൻ ആണല്ലേ. അങ്ങനെ ഫീനോളിനെ ക്രോമിക് ആസിഡുമായിട്ട് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ ആണ്. ആരാ കിട്ടുക? ഒരു കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ ആണ്. ഇവന്റെ പേരെന്താ? ഇവന്റെ പേരാണ് ബെൻസോക്വിനോൺ. എന്താ പേര്? ബെൻസോക്വിനോണിനെയാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ പ്രോഡക്റ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഈ റിയാക്ഷൻസിന്റെ ഒക്കെ പ്രോഡക്റ്റ് പറയണം. ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വേഗം പറഞ്ഞു, ആരെയാ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിക്രിക് ആസിഡ് ആയിരിക്കും അല്ലെ. 2,4,6 ട്രൈ നൈട്രോഫീനോൾ അല്ലെങ്കിൽ പിക്രിക് ആസിഡിനെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഫീനോളിനെ ക്ലോറോഫോമുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് NaOH ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. ഇത് ഏത് റിയാക്ഷനാ? ഫീനോളും ക്ലോറോഫോമും NaOH എന്ന് കണ്ടാൽ മക്കളെ അപ്പൊ ഓർത്തോണം, അത് റീമർ ടീമൻ റിയാക്ഷൻ ആണ്. അപ്പൊ റീമർ ടീമൻ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാ? ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു റീമർ ടീമൻ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സാലിസിലാൽഡിഹൈഡ് ആണ് അല്ലെ. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ സാലിസിലാൽഡിഹൈഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് C6H5OCH3, അതായത് നമ്മുടെ അനിസോള് HI ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഒരു ഈതറും ഹൈഡ്രജൻ ഹാലൈഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. നമുക്കറിയാം കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആളുടെ അടുത്തേക്കാണ് ഓക്സിജനെ കൊടുക്കേണ്ടത്. ഓക്സിജൻ എവിടെയുണ്ടോ അവിടേക്ക് ഹൈഡ്രജൻ പോകുന്നു, അയഡിൻ ബാക്കിയുള്ള ആളുടെ അടുത്തേക്ക് പോകുന്നു. സോ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് മക്കളെ ഫീനോളും C6H5OH, അതായത് ഫീനോളും അതേപോലെ തന്നെ CH3I അയഡോമീഥേനുമായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ കുട്ടികളൊന്ന് നോക്കിക്കേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആർ 2 ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ്. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇനി ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദ കളർ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽസ്? മക്കളെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽസിന്റെ കളറിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ കളറിന്റെ കാരണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മള് ബാക്കിയുള്ള ട്രാൻസിഷൻ മെറ്റൽസിന്റെ കോമ്പൗണ്ട്സിനെ പറയുമ്പോൾ D2D ട്രാൻസിഷൻ ആണ് കളറിന് കാരണമെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനും പൊട്ടാസ്യം പെർമാംഗനേറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കളറിന് കാരണം എന്ന് പറയുന്നത് മക്കളെ ചാർജ് ട്രാൻസ്ഫർ ആണ് കേട്ടോ. നിങ്ങൾ കോർഡിനേഷനിൽ പഠിക്കുന്നുണ്ട്, ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആണ് കളറിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനി റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് പറയാം? ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പറയും? ഇവര് കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, പറഞ്ഞൂടെ? കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. പിന്നെ എന്ത് പറയാം? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്, പറഞ്ഞൂടെ? പറയാം. പിന്നെ എന്താ? കളേർഡ് അയോൺസ് ഫോം ചെയ്യുന്നു, കളേർഡ് അയോൺസ് ഫോം ചെയ്യുന്നു എന്ന് പറയാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു എന്ന് പറയാം അല്ലെ. അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും 4 പ്രോപ്പർട്ടി എഴുതിയാൽ മതി. കുറെ ഹെഡ്ലൈൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ, ഇതിൽ ഏതെങ്കിലും 4 പ്രോപ്പർട്ടി നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അടുത്തത് റൈറ്റ് എനി 2 യൂസസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. മക്കളെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇനി അടുത്തത് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയൺ ആണ്. അപ്പോ നമുക്കറിയാം 4 അയോൺസിനെ പഠിക്കാനുണ്ട്: ക്രോമേറ്റ്, ഡൈക്രോമേറ്റ്, മാംഗനേറ്റ്, പെർമാംഗനേറ്റ്. ഇത് 4ഉം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഡൈക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ 2 ക്രോമിയം ആറ്റം ഉണ്ട് ലിങ്ക്ഡ് ബൈ ആൻ ഓക്സിജൻ.
അപ്പൊ ഇവിടെ ഒരു ക്രോമിയം ഓക്സിജൻ ക്രോമിയം ബോണ്ട് നമുക്ക് കാണാൻ സാധിക്കും വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 126 ഡിഗ്രി അല്ലെ. ഇനി മിച്ചമുള്ളതാര അല്ല ഡൈക്രോമേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഫോർമുല എന്താ? Cr2O7 2- ആണേ, മറക്കരുതേ. ഇനി മിച്ചമുള്ളത് 6 ഓക്സിജൻ ഉണ്ട്. 3 ഓക്സിജൻ ഏതാ ഈ ക്രോമിയത്തിനും കൊടുക്കുന്നു, 3 ഓക്സിജനെ ഇപ്പുറത്തെ ക്രോമിയത്തിനും നമ്മൾ കൊടുക്കുന്നു. ഇനി 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വരച്ച് 2 നെഗറ്റീവ് ചാർജ് കാണിക്കുന്നു. ഇതാണ് ഒരു ഡൈക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി ക്രോമേറ്റ് അയൺ ആണ് ചോദിച്ചതെങ്കിൽ എങ്ങനെയാ വരയ്ക്കുക? ക്രോമേറ്റ് അയൺ ആണെങ്കിൽ CrO4 2- ആണ് അല്ലെ. CrO4 2- ആണ് നമ്മുടെ ക്രോമേറ്റ് അയൺ എന്ന് പറയുന്നത്. സോ എങ്ങനെയാ വരിക? ക്രോമിയം ഇരിക്കുന്നു, ടെട്രാഹീഡ്രൽ ആണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. 4 ഓക്സിജൻ മാറ്റം വരുന്നുണ്ട്. അതേപോലെ 2 നെഗറ്റീവ് ചാർജ് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് വരച്ച് കാണിച്ചു കൊടുക്കാം. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ്സ്? മക്കളെ, ലാന്തനൈഡ്സ് ജനറലി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാ? എല്ലാ ലാന്തനൈഡ്സും ജനറലി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. എത്രയാ? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി ലാന്തനോയിഡ് വിത്ത് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4. നമ്മൾ പറഞ്ഞു ജനറലി എല്ലാ ലാന്തനൈഡ്സും +3 ആണ്. പക്ഷെ കുറച്ച് എക്സെപ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഇതില് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരാളുണ്ട്. അതാരാ? നമ്മുടെ സ്വന്തം സീറിയം ആണ് അല്ലെ. സീറിയം സെനോൺ എന്ന് പറയുന്ന നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുള്ളത്. സോ സീറിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോർമലി എഴുതി കഴിഞ്ഞാൽ സെനോൺ, അതേപോലെ 4f1 5d1 6s2 ആണ്. ഇതാണ് സീറിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സീറിയത്തിന്റെ കയ്യിലുള്ള ഈ 4 ഇലക്ട്രോണും പോയി സീറിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് എത്തിയാൽ സെനോൺ എന്ന് പറയുന്ന നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ഇവൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവൻ +4 കാണിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ +3യിലേക്ക് മാറാറുമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവൻ +3യിലേക്ക് മാറാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. It is difficult to separate lanthanides in the pure state. Why? എന്തുകൊണ്ടാ ലാന്തനൈഡ്സിനെ എന്തുകൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവുന്നത്? ഡ്യൂ ടു ലാന്തനൈഡ് കൺട്രാക്ഷൻ അല്ലെ. ഒറ്റ പേരേ ഉള്ളൂ, ലാന്തനൈഡ് കൺട്രാക്ഷൻ. വെരി 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 ഇമ്പോർട്ടന്റ് അല്ലെ. ലന്താനം മുതൽ ലുട്ടീഷ്യം വരെ പോകുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിച്ച് ഇസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, which is more paramagnetic? ആരാണ് കൂടുതൽ പാരാമാഗ്നറ്റിക്? Fe2+ ആണോ Fe3+ ആണോ? മക്കൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 പേരുടെ കയ്യിലുമുള്ള മാഗ്നറ്റിക് മൊമെന്റ് ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. 2 പേരുടെയും അൺപെയ്ഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചാൽ മതി. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആർക്കാണോ കൂടുതൽ അയാൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കൂടുതലായിരിക്കും, പാരാമാഗ്നറ്റിസവും കൂടുതലായിരിക്കും. സോ അയൺ എടുക്കാം. ആദ്യം നമുക്ക് അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 26 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ആർഗൺ 3d6 4s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി നോക്കിക്കേ, Fe2+ എന്ന് പറഞ്ഞാൽ ഇവന്റെ കയ്യിൽ നിന്നും 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇലക്ട്രോൺസ് എവിടെ നിന്ന് ആദ്യം പോകുന്നത്? 4sൽ നിന്നാണ്. 4sലെ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ Fe2+ എന്ന് പറയുമ്പോൾ ആർഗൺ 3d6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി Fe3+ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 3 ഇലക്ട്രോൺസ് പോയിട്ടുണ്ട്. അപ്പൊ എസിലെ 2 ഇലക്ട്രോണും പോയി, മൂന്നാമതായിട്ട് ഡിയിലെ 1 ഇലക്ട്രോണും കൂടെ പോയിട്ടുണ്ട്. സോ ആർഗൺ 3d5 ആയിരിക്കും ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, Fe2+ന് 3d6 കോൺഫിഗറേഷനും Fe3+ന് 3d5 കോൺഫിഗറേഷനുമാണ്. ഇനി ഇവരുടെ കയ്യിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് വീതം ഉണ്ട്? എങ്ങനെയാ കണ്ടുപിടിക്കുക? സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഡി ഓർബിറ്റൽ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഡി സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ 5 ഓർബിറ്റൽസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ D5 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് സിംഗിൾ ആയിട്ട് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ D6 എന്ന് പറയുമ്പോൾ 5 ഇലക്ട്രോൺസും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നതിന് ശേഷം പെയറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞേ, Fe2+ എടുത്താൽ ഇതിൽ 4 അൺപെയ്ഡ് ഇലക്ട്രോൺസും, Fe3+ എടുത്താൽ ഇതിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസുമാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം ആർക്കാ കൂടുതൽ? Fe3+നാണല്ലേ. അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം ആർക്കാണോ കൂടുതൽ അയാൾക്ക് മാഗ്നറ്റിക് മൊമെന്റ് കൂടുതലായിരിക്കും. ഹി വിൽ ബി മോർ പാരാമാഗ്നറ്റിക്. സോ ഇവിടെ ആരാണ് മക്കളെ? Fe3+ ആയിരിക്കും മോർ പാരാമാഗ്നറ്റിക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത്, വൈ ഡു ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എന്തുകൊണ്ടാ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? കാരണം ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിന്റെയും പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലിനും കമ്പാരബിൾ എനർജീസ് ആണ്. അതുകൊണ്ട് എസിലെയും ഡിയിലെയും ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കും. ഹെൻസ് ദേ എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദർ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി? കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള റീസൺ എന്തൊക്കെയാ? ഒന്ന്, ദർ എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അല്ലെ? അതായത് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവ്. രണ്ടാമത്തെ റീസൺ എന്താ? രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവര് കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള, കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിനുണ്ട്. ഇതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. കിട്ടിയോ എന്റെ മക്കൾക്ക്? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl-ഉം സിങ്ക് ക്ലോറൈഡും ഒരു ഇമ്പോർട്ടന്റ് റിയേജന്റ് ആണ് വിച്ച് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ്. ഓക്കെ, ഇതാരാണെന്ന് മനസ്സിലായോ? അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് HCl-ഉം ആരാണെന്ന് കത്തിയോ? കത്തിയെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ദ നെയിം ഓഫ് ദി എബോ റിയേജന്റ്. ഇത് ഏത് റിയേജന്റ് ആണ്? നമ്മുടെ സ്വന്തം ലൂക്കാസ് റിയേജന്റ് ആണ്, അല്ലെ? ലൂക്കാസ് റിയേജന്റിനെയാണ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും കോൺസെൻട്രേറ്റഡ് HCl-ന്റെയും മിക്സ്ചറിനെ നമ്മൾ ലൂക്കാസ് റിയേജന്റ് എന്നാണ് പറയാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് 1 എക്സാമ്പിൾ ഓഫ് ഫോർ ഈച്ച് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾ. എക്സാമ്പിൾ എഴുതിക്കൂടെ? പ്രൈമറി ആൽക്കഹോള്, സെക്കൻഡറി ആൽക്കഹോള്, ടെർഷറി ആൽക്കഹോള്. 3 പേരുടെയും സ്ട്രക്ചർ ഒന്ന് പറയാം. പറഞ്ഞൂടെ? പ്രൈമറി ആൽക്കഹോളിനെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ നിങ്ങള്. പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ഒരേ സമയം ഒരേ ഒരു കാർബണിലേക്ക് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഈ കാർബൺ ഇവനോട് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഇസ് എ പ്രൈമറി ആൽക്കഹോൾ. ഇതാരാ? പ്രൊപ്പാൻ 1-ol ആണ്. ഇനി സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ഒരേ സമയം 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം. ഇവൻ ഒരേ സമയം 1, 2 പേരായിട്ട് ലിങ്ക് ചെയ്തു. സോ ദിസ് ഇസ് എ സെക്കൻഡറി ആൽക്കഹോൾ. ഇവന്റെ പേരെന്താ വരിക? പ്രൊപ്പാൻ 2-ol ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ടെർഷറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആരാ? ടെർഷറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ഒരേ സമയം 3 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഒരേ സമയം 3 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ടെർഷറി ആൽക്കഹോൾ എന്ന് പറയാം. ഇവന്റെ പേര് എങ്ങനെയാ വരിക? ഇവന്റെ പേര് വരുന്നത് 2-methyl പ്രൊപ്പാൻ 2-ol എന്ന IUPAC നെയിം നമുക്ക് കൊടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ഹൗ ദ എബോ റിയേജന്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് 3 ടൈപ്പ് ഓഫ് ആൽക്കഹോൾ. മക്കളെ, ലൂക്കാസ് റിയേജന്റിനെ വെച്ചിട്ട് എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ തമ്മിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ലൂക്കാസ് റിയേജന്റിനെ നമ്മളൊരു ടെർഷറി ആൽക്കഹോളിലേക്കാണ് ഇടുന്നതെങ്കിൽ വി ഗെറ്റ് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി, അല്ലെ? പെട്ടെന്ന് തന്നെ അവിടെ ടർബിഡിറ്റി ഫോം ചെയ്യും. ഇനി അതേസമയം ഒരു സെക്കൻഡറി ആൽക്കഹോളിലേക്കാണ് ഇടുന്നതെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ടർബിഡിറ്റി കിട്ടുക, അല്ലെ? അപ്പൊ ടർബിഡിറ്റി ആഫ്റ്റർ 5 മിനിറ്റ്സ് എന്ന് പറയാം. 5 മിനിറ്റിന് ശേഷം ടർബിഡിറ്റി കിട്ടും. ഇനി എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും ടർബിഡിറ്റി കിട്ടിയിട്ടില്ല. സോ നോ ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ ആണെങ്കിലോ, റൂം ടെമ്പറേച്ചറിൽ ഒരു ടർബിഡിറ്റിയും ഫോം ചെയ്തിട്ടില്ല എങ്കിൽ വി ക്യാൻ സേ ദാറ്റ്
നമ്മുടെ കയ്യിലുള്ളത് ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. അങ്ങനെ ഈ ടർബിഡിറ്റി ഫോർമേഷനെ വെച്ചിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർസറി ആൽക്കഹോളുകളെ തമ്മിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കളെ, കെമിസ്ട്രി എന്തായാലും ഞാനും മാധവ് സാറും ഒക്കെയായി ചേർന്ന് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരുന്നതായിരിക്കും. അടിപൊളിയായിട്ട് കെമിസ്ട്രി എക്സാം നമ്മൾ പൊളിയായിട്ട് എഴുതുന്നതായിരിക്കും. കാരണം എക്സാമിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസും കണ്ടന്റുകളും ഒക്കെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും താഴെ ഒരു കമന്റ് എങ്കിലും ഇടണം. നിങ്ങളുടെ കമന്റ് നോക്കും. കാര്യം നിങ്ങളുടെ കമന്റ് ആണ് ഇനിയും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഞങ്ങൾക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സജഷൻസും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അതുമൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതിയിടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഈ വീഡിയോ കാണാനായിട്ട് പറയുക. കാരണം 100% യൂസ്ഫുൾ ആകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അപ്പൊ മക്കളെ, നിങ്ങൾ ആരും തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കാം. സോ മറ്റൊരു വീഡിയോയിൽ, മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ബൈ.